നീതു അല്ലേ? അതെ. ഇത് അർജുൻ സാറാണേ. സാറാ? ആ സാറെന്തിനാ വിളിച്ചേ? അത് എനിക്ക് നിന്നോട് കാര്യം പറയണ്ടായിരുന്നു. നീ പക്ഷെ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്ത് കാര്യ സാർ? അത് അത് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉം. ഞാനെപ്പോഴും നിന്നെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിക്കല്ലോ. പക്ഷെ നീ എന്നെ ശ്രദ്ധിക്കണ്ടെന്ന് ഞാൻ അറിയില്ല. പറഞ്ഞാല് കുഴപ്പമാവോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതെയോ? അല്ലേ, ഒരു കുഴപ്പമില്ല സാറേ. ഞാനിത് അങ്ങോട്ട് എങ്ങനെയാ പറയണ്ടേന്ന് വിചാരിച്ച് നിൽക്കലാ. സാറ് ക്ലാസ് എടുക്കുമ്പോ ഞാൻ സാറിനെ ആ, തന്നെ നോക്കലുണ്ട്. ആണോ? എനിക്ക് ഭയങ്കര ഇഷ്ടം സാറിന്. എന്നിട്ട് പിന്നെന്താ ഇത്രയും കാലം ഒന്നും പറയാതിരുന്നേ? അല്ല, സാറിനോട് പറഞ്ഞാ സാറ് ഏത് വിധത്തിൽ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അത് ശരി. സാറ് ഇങ്ങോട്ട് എന്നിട്ടാണ് പറഞ്ഞത് ഞാൻ എനിക്ക് ഇഷ്ടായി. എന്നിട്ടാണ് ഞാൻ ഇത്രയും കാലവും ഇങ്ങനെ വെച്ച് ഉരുട്ടി 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 ചമ്മലോട് കൂടിയപ്പോ ഞാൻ നിന്നെ വിളിച്ചത്. നീ സാറിന് ഇത് ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞൂടെ? അല്ല, നീ ഇത് നിന്റെ കൂട്ടുകാരികളോടെല്ലാം പറയോ? നാളെ ഞാൻ വരുമ്പോ എന്നെ നാണം കെടുത്തുന്നുള്ള ടെൻഷനിലാണ് വിളിച്ചത്. പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി കേട്ടോ. ധൈര്യമായി അല്ലേ? ഉം. അല്ല, സാറിന് ഇപ്പൊ എന്നെ വിളിച്ചത്? വിളിച്ചത് അത് അതും നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇല്ല, പറഞ്ഞ സാറേ, ധൈര്യമായിട്ട് പറ. അതായത് എനിക്ക് ഒരു ദിവസം എന്റെ വീട്ടിലോട്ട് വരാൻ പറ്റുമോ? വീട്ടിലോട്ട്? സാറ് നമുക്ക് കോളേജിൽ നിന്ന് കണ്ടാ പോരെ എന്നാലേ? കോളേജിൽ നിന്ന് ഇപ്പം എങ്ങനെയാ കാണുക? അത് ദിവസം നമ്മൾ കാണുന്നില്ലേ? അല്ല, വീട്ടിലോട്ട് അത് വന്നാലേ സാറിന്റെ വൈഫും കുട്ടികളും ഇല്ലേ? വൈഫും കുട്ടികൾ കാലത്ത് സ്കൂളിൽ പോകും. അവളാണെങ്കിൽ അവളും കോളേജിലേക്ക് പോകും. എനിക്കറിയില്ല, അവള് ടീച്ചറാണ്. അപ്പൊ ഞാന് ഒരു ദിവസം കോളേജിൽ ലീവ് എടുത്താല് നീ ഒരു ദിവസം ക്ലാസ് കട്ടിട്ട് ഒന്ന് വീട്ടിലേക്ക് വന്നാൽ മതി. ഒരു ചെറിയ കാര്യമുണ്ട്. പിന്നെ ഞാന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. എന്നാല് അതാവുമ്പോ പിന്നെ ക്ലാസ് കട്ട് ചെയ്യണ്ടല്ലോ. അത് നിന്റെ അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അല്ല, എന്തിനാ സാറ് വീട്ടിലോട്ട് വിളിക്കുന്നത്? വീട്ടിലോട്ട് വിളിക്കുന്ന എന്താ പറയണ്ടേ, നമ്മൾ ഈ ഇഷ്ടം കൂടിയാലേ ഇഷ്ടമുള്ള നമുക്ക് ഈ അടുത്ത് ഇങ്ങനെ കിട്ടണം എന്ന് വിചാരിക്കൂലേ? അത് വിചാരിക്കാൻ ഞാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. പക്ഷെ നിന്നോടത് എങ്ങനെ പറയണം, എങ്ങനെ വിളിക്കണം എന്നറിയാത്തോണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? വിളിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാന് വീട്ടിൽ ആരും ഇല്ലാതെ വിളിക്കുന്നത് പിന്നെ എനിക്ക് ഏതാണ്ട് വിളിച്ചൂടെ? അല്ല, സാറിന് അറിയാലോ, ഈ മാസത്തില് എല്ലാ ദിവസവും എനിക്ക് തരാൻ പറ്റൊന്നുമില്ല. സാറ് ഒരു ദിവസം പിന്നെ എപ്പ വരണ്ടേന്ന് പറയണം കേട്ടാ. ഒരു ദിവസം മുന്നേ പറയണം. ഒരു ദിവസം മുന്നേ? എന്നാലേ എനക്ക് അല്ല, പറ്റാത്ത ദിവസമാണെങ്കിൽ എനക്ക് തരാൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറഞ്ഞിട്ട് നാളെ വരാൻ കഴിയില്ലല്ലോ? ഇല്ലെന്നാ ഞാന് ഇത് ശനിയാഴ്ചയോ അങ്ങനെ വന്നാ പോരെ, സ്പെഷ്യൽ ക്ലാസ് ഉള്ള സമയം. അങ്ങനെ വരുമ്പോഴേ ചിലപ്പോ പിള്ളേർക്ക് ചെറുതല്ലേ. അപ്പൊ സ്കൂള് ചിലപ്പോ ശനിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല, അവർ വീട്ടിൽ കാണും. പിന്നെ ചിലപ്പോ ഇത് അവളുടെ അമ്മയും അവിടെ കാണും. പിന്നെ നീ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇല്ലാതെ ഒരു ശനിയാഴ്ച ഞായറാഴ്ച അല്ലാത്ത ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടായാലും സാറ് പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നെ ഞാനേ കോളേജുള്ള ദിവസം തന്നെ എന്നാല് സാറ് പറഞ്ഞാ മതി ഏത് ദിവസമാണ്. എല്ലാ ദിവസം
അത് ഏത് ദിവസമാണെന്ന് ഞാൻ പറയാം. അത് പക്ഷെ ഇത് കോളേജിൽ നിന്ന് തന്നെ പറഞ്ഞാൽ പോരെ? കോളേജിൽ നിന്ന് പറഞ്ഞാൽ മതി, പക്ഷെ മറ്റു കുട്ടികളൊന്നും കേൾക്കണ്ട കേട്ടോ. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഞാനിപ്പോ സംസാരിച്ചത് കൊണ്ട് ഇത് ക്ലാസ്സിൽ വരുമ്പോ ഇനി കൂടുതൽ നമ്മൾ തമ്മിൽ അടുപ്പമൊന്നും ആരുമായിട്ടും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇല്ല, അത് അങ്ങനെയാണ് അത്. പണ്ടേ സാറ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോ ഇങ്ങനെ നോക്കി ഓടി വന്നത് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. ഇതുവരെ എനിക്കങ്ങനെ കണ്ടിട്ട് തോന്നിയിട്ടില്ലല്ലോ. അവന്റെ മുന്നിൽ ഞാൻ കാണിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. അല്ല, ആ തുറന്ന് പറയാനും പറ്റൂലല്ലോ. അപ്പൊ ഇത്രയും കാലം ഉള്ള പോലെ തന്നെ അങ്ങ് മനസ്സിലങ്ങ് വെച്ചാ മതി. ആ അല്ല, എന്താ ഇനി ആരോടെങ്കിലൊക്കെ പറയോ? അങ്ങനെയൊന്നും പറയില്ല. അല്ല, സാറുമായിട്ട് ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ല, പരിചയപ്പെട്ട് കഴിഞ്ഞാലും കോളേജിൽ നിന്ന് പറയാൻ മനസ്സിലാവരുത്. അല്ല, ഇപ്പൊ രാവിലെ എപ്പോ കാണാലോ, നല്ല നേരിട്ടിട്ടും ഇങ്ങനെയായാലും. കാണാം. പക്ഷേങ്കില് ഞാൻ പറഞ്ഞല്ലോ, ആരും കാണാതെയൊക്കെ സംസാരിക്കാൻ അല്ലാണ്ട്. കാരണം ഇത്രയും കാലം നമ്മൾ അത്രയും അടുപ്പൊന്നും കാണിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരടുപ്പം വരുമ്പം മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കുവേ, പ്രത്യേകിച്ച് പിള്ളേര്. അത് ലാസ്റ്റ് ഒരു വലിയ ടോക്കിന് സാധ്യതയാവൂലേ? അപ്പൊ അതൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ ശ്രദ്ധിക്കണം. എന്താ സാറ് പറയുന്ന പോലെ എന്താ ജലദോഷം പിടിച്ചിട്ടുണ്ടോ? ജലദോഷം പിടിച്ചിട്ട് കാണിച്ചതേ ഉള്ളൂ. ആണല്ലേ? അപ്പൊ 2 ദിവസം കൊണ്ട് ജലദോഷം മാറുമല്ലോ അല്ലേ? അത് മാറിയില്ലെങ്കിൽ സാരമില്ല. അല്ല, ജലദോഷമൊക്കെ ഒന്ന് മാറുന്നത് നല്ലതല്ലേ? ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ മാസത്തില് എനിക്ക് പറ്റാത്ത ദിവസം പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വരില്ല വിളിച്ചാലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസവും കൂടി ഉണ്ടാവും. അത് നമ്മൾ ഒഴിവാക്കുന്നില്ല നല്ലേ ആ ദിവസം. ദിവസം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവൂലേ? അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. അല്ല, ഈ പറ്റാണ്ട് നിൽക്കുന്നൊരു സമയം എനിക്കറിയില്ലല്ലോ. ഇതിനെപ്പോഴാ ഇത് പറ്റാതെ എനിക്കറിയില്ല. സമയം കൂടി പറഞ്ഞാല് സാറിന് വിളിച്ചു പറയാ. എനിക്ക് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ പിന്നെ ഏത് ദിവസമാണ് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത ആഴ്ചത്തേക്കുള്ള പ്രശ്നം അതിലേതെങ്കിലും ദിവസം ആക്കാൻ പറ്റുമോ? അതാക്കാം. ഇപ്പൊ നിലവില് പറ്റാത്ത സമയമല്ലല്ലോ. ഇല്ല, അതെല്ലാം കഴിഞ്ഞു. ഏതാ? അതെല്ലാം കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് അധികം അങ്ങോട്ട് ലേറ്റ് ആയിട്ട് കൊണ്ടുപോകണ്ട. അല്ല സാറേ, ഇത് നമുക്ക് തോന്നുമ്പോ കാണണം വിചാരിക്കുമ്പോ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ, ക്ലാസ് കട്ട് ചെയ്തിട്ട്. അപ്പൊ എന്താ ചെയ്യാ? തോന്നുമ്പം നീതുടങ്ങാൻ തോന്നുന്നു ഇടക്കിടക്ക് കാണണം. അല്ല, ഒരു പ്രാവശ്യം കഴിഞ്ഞാല് ഇടക്കിടക്ക് തോന്നുന്നു. ഞാന് എവിടെയല്ലോ കേട്ടിട്ടുണ്ട്. അപ്പൊ നീതു ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? പഠിപ്പ് മാത്രമല്ല, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ സാറേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോഴേക്ക് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടെത്താം. തൽക്കാലം ഒരു 1-2 തവണയൊക്കെ എന്റെ വീട്ടിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആരും കാണത്തൊന്നുമില്ല. ശനിയാഴ്ച അങ്ങനെയുള്ള ദിവസം ഞാൻ പിന്നെ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാൻ പറ്റൂല. അങ്ങനെ പോകാൻ പറ്റും. വീട്ടിലേക്കല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് എവിടെയെങ്കിലൊക്കെ പോകാം. ഒരു ദിവസത്തെ ട്രിപ്പ് ഉള്ള രീതിയിലൊക്കെ പോകാം. പക്ഷെ ആരും അറിയരുത്. നീതുവിന് പരിചയമുള്ള സ്ഥലത്തേക്കൊന്നും പോകാനും ഞാൻ പറഞ്ഞിട്ട് ആരും അറിയില്ല. അതുപോലെ അല്ല, അപ്പൊ നിനക്ക് തോന്നുമ്പോ സാറിനെ വിളിക്കാൻ പറ്റുമോ? തോന്നുമ്പം വിളിക്കുന്നതിന് കുഴപ്പമില്ല. അത് ഈ പറഞ്ഞ പോലെ എനിക്കും കൂടി, കാരണം എല്ലാ ദിവസവും ലീവ് എടുത്ത് വരാൻ പറ്റില്ലല്ലോ. എല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒക്കെ പറ്റും. വേറെ സൗകര്യമൊന്നും ഇല്ലെങ്കിലേ. സൺഡേ സാറ്റർഡേ അങ്ങനെ എല്ലാഴ്ചയും സാറിന് പുറത്ത് വരാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് ചോദിക്കില്ല. അത് ഞാൻ നോക്കിക്കോ. ഇപ്പൊ തൽക്കാലം നമ്മൾ ഒരു തവണത്തെ മീറ്റിംഗ് നടന്നിട്ടല്ലേ ബാക്കിയുള്ള ഭാഗം. അല്ല, ഞാൻ വരുന്നതിന് മുമ്പ് എല്ലാം അറിയണ്ടേ? അപ്പൊ എനക്ക് തോന്നുമ്പോ സാറ് വരുമോ, സാറിന് കിട്ടുമോന്നൊക്കെ അറിയണ്ടേ? ഉറപ്പായിട്ടും കിട്ടും. കിട്ടില്ലല്ലേ? പറഞ്ഞേപ്പോലെ. ഞാൻ ഇത്ര ഈസി ആയിട്ട് കാര്യം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ.
അല്ല സാറിന് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ടൊന്നും നടക്കൂലല്ലോ. ഞാൻ പണ്ടേ സാറിനെ കണ്ട അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എന്നാ പിന്നെ നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. ഓക്കെ.